ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ടൂളുകൾ പരിചയപ്പെടാം. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്റ്റിച്ചിങ്ങിന് ആദ്യമായിട്ട് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ടേപ്പ്. നമ്മളിപ്പോൾ ഒരു ബോഡിയിൽ നിന്ന് അളവെടുക്കുകയാണെങ്കിൽ ടേപ്പ് ആവശ്യമാണ്. അതുപോലെ തന്നെ ചുരിദാറിൽ നിന്ന് അളവെടുത്താൽ നമുക്ക് ടേപ്പ് ആവശ്യമാണ്. ഒരു ടേപ്പ് എന്ന് പറയുന്നത് 1.5 മീറ്ററാണ് വരുന്നത്. ടേപ്പിൻ്റെ രണ്ട് സൈഡിലും അളവുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ ഇങ്ങനെ വലിയതായിട്ട് 1, 2 അങ്ങനെ മാർക്ക് ചെയ്തേക്കുന്നത് ഇഞ്ചാണ്. ഇത് ഇഞ്ചാണ് ഈ മാർക്ക് ചെയ്തേക്കുന്നത്. മറു സൈഡിലായിട്ട് ഇഞ്ചും സെൻറ്റിമീറ്ററും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്ററാണ്. ഈ ടേപ്പിൽ നമുക്ക് 1.5 മീറ്ററാണ് വരുന്നത്. 150 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. ഇത് 1.5 മീറ്ററാണ് ഒരു ടേപ്പിൻ്റെ അളവ് വരുന്നത്. 1.5 മീറ്റർ. നമുക്കൊരു ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ 2.5 മീറ്റർ തുണിയാണ് വേണ്ടുന്നത്. നമ്മൾ അളവുകൾ എടുക്കുമ്പോൾ എല്ലാ അളവുകളും ഒന്നുകിൽ ഇഞ്ചിലെടുക്കണം, അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിലെടുക്കണം. കൂടുതലും നമ്മൾ ഇഞ്ചിലാണ് അളവുകൾ എടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ ടേപ്പിൻ്റെ ഈ അറ്റം തൊട്ട് ഇവിടം വരെയാണ് 1 ഇഞ്ച്. പിന്നെ നടുക്ക് ഈ 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്ക് വലിയൊരു ലൈൻ കാണുന്നത് അത് 1.5 ഇഞ്ചാണ്. പിന്നെ ഈ 1.5 ഇഞ്ചിൻ്റെ 1 ഇഞ്ചിൻ്റെ 1.5 ഇഞ്ചിൻ്റെ ഇടയ്ക്ക് വലിയൊരു ലൈൻ കാണുന്നതാണ് 1.25 ഇഞ്ച്. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. 1/2 ഇഞ്ച്, പിന്നെ 1 ഇഞ്ച്, 1.5 ഇഞ്ച്. ഈ 1.5 ഇഞ്ചിൻ്റെ 1 ഇഞ്ചിൻ്റെയും 1 ഇഞ്ചിൻ്റെയും ഇടയ്ക്കായിട്ട് വലിയൊരു ലൈൻ കിടപ്പുണ്ട്, അതാണ് 1.25 ഇഞ്ച്. പിന്നെ 1.5 ഇഞ്ച് കഴിഞ്ഞ് വലിയൊരു ലൈനുള്ളത് 1.25, പിന്നെ 2 ഇഞ്ച്. അങ്ങനെയാണ് ഇഞ്ചിൻ്റെ ഇത് പോകുന്നത്. ഈ ഒരു ടേപ്പ് എന്ന് പറയുന്നത് 1.5 മീറ്ററാണ് വരുന്നത്. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററാണ്. 1.5 മീറ്റർ എന്ന് പറയുമ്പോൾ 150 സെൻറ്റിമീറ്റർ വരും. ഇത് 150 സെൻറ്റിമീറ്ററാണ്, അതായത് 1.5 മീറ്റർ വരും. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടേപ്പ്. അളവുകൾ എടുക്കണമെങ്കിൽ നമുക്ക് ടേപ്പ് ആവശ്യമാണ്. പിന്നെ അടുത്തയായിട്ട് നമുക്ക് വേണ്ടുന്ന ഒന്നാണ് കത്രിക. നമ്മൾ അളവുകളൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തുണി കട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലൊരു കത്രിക വേണം, നല്ല മൂർച്ചയുള്ളൊരു കത്രിക വേണം. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് കുറേ 2-3 വർഷമായി. ഇപ്പോഴും നല്ല മൂർച്ചയൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേര് വരുന്നത് ചിഞ്ചാൻ എന്നാണ്, ജിഞ്ചാൻ. പിന്നെ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞ് തിരിച്ച് ഇതിൽ തന്നെ ഇട്ട് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. കത്രിക ഒന്ന് താഴെ വീണ് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ മൂർച്ച പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ തുണി കട്ട് ചെയ്ത ഉടൻ തന്നെ ഇതിൻ്റെ ഈ കൂടിലേക്ക് തന്നെ ഇട്ട് മാറ്റി വെക്കുന്നതാണ്. അടുത്തായിട്ട് ഇനി നമുക്ക് അളവുകൾ മാർക്ക് ചെയ്യണമെങ്കിൽ, നമുക്ക് തുണിയിലേക്ക് അളവുകൾ മാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ചോക്ക് ആവശ്യമാണ്. ഇപ്പം ചോക്ക്, തുണിയിൽ മാർക്ക് ചെയ്യുന്ന പെൻസിൽ, പേന, അങ്ങനെ പല ഇത് കിട്ടുന്നതാണ്. ഇത് ചോക്കാണ്. ഇത് 2 ബോക്സിലും ചോക്കാണ്. ഡസ്റ്റ് ഫ്രീ ആണെന്നാണ് പറയുന്നത്. ഇതിനകത്ത് എഴുതിയേക്കുന്നത് അങ്ങനെയാണ്. ഇത് രണ്ടും ഡസ്റ്റ് ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ട്. ചോക്ക് പല കളറിലെ, ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് പല കളറിലെ ചോക്ക് കിട്ടുന്നതാണ്. കാരണം നമ്മൾ ചില തുണിയിൽ ബ്ലാക്ക് അങ്ങനത്തെയൊക്കെ തുണിയിൽ നമുക്ക് വൈറ്റ് ചോക്ക് ഉപയോഗിച്ച് അങ്ങനെ കളറിനനുസരിച്ച് യൂസ് ചെയ്യാം. നമുക്ക് അന്നേരം അടയാളപ്പെടുത്തുമ്പോൾ കാണുന്നതിന് വേണ്ടി പല കളറിലുള്ള ചോക്ക് കിട്ടുന്നതാണ്. അടുത്തയായിട്ട് ഇനി വേണ്ടുന്നതാണ് ഇതാണ് ത്രെഡ് കട്ടർ. നമ്മളിപ്പം മെഷീൻ്റെ അടുത്ത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഈ ത്രെഡ് കട്ടർ അടുത്ത് വെച്ചേക്കണം. കാരണം നമ്മൾ വലിയ ഈ കത്രിക അടുത്ത് വെച്ച് ചിലപ്പം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കത്രിക താഴെ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് തുണി സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നൂല് കട്ട് ചെയ്യാനായിട്ട് ഈ ത്രെഡ് കട്ടർ എപ്പോഴും നമ്മൾ നമ്മുടെ മെഷീൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഇതിന് 10-30 രൂപയേ വരുന്നുള്ളൂ. നമുക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നൂല് പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ അടുത്തായിട്ട് വരുന്നതാണ്
ഫ്രഞ്ച് കർവ്. ഇത് ബിഗിനേഴ്സിന് പോലും വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ആം ഹോൾ കർവ് വളരെ പെർഫെക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഈ ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും നോക്കണ്ട. ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് എങ്ങനെ ആം ഹോൾ കർവ് വരയ്ക്കാം എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആകും ഈ ഫ്രഞ്ച് കർവ്. ഇതിനും 10-30 രൂപയേ വരുന്നുള്ളൂ. സ്റ്റിച്ചിങ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പിൽ ഇത് കിട്ടുന്നതാണ്. അടുത്തയായിട്ട് ഇനി ഇതാണ് സീം റിപ്പയർ. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തത് കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് ആ തയ്യലൊന്ന് സ്റ്റിച്ചൊന്ന് അഴിക്കണമെങ്കിൽ നമ്മൾ സാധാരണ സെറ്റി പിന്നൊക്കെ ഉപയോഗിച്ച് സ്റ്റിച്ച് അഴിക്കാറാണുള്ളത്. ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് അഴിച്ച് എടുക്കാവുന്നതാണ്. ഇതുപയോഗിച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് അഴിക്കുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഇതിനും ഒരു 35 രൂപയൊക്കെയാണ് വരുന്നത് റേറ്റ്. ഇപ്പോൾ ഇത് ഒത്തിരി വർഷമായി ഞാൻ മേടിച്ചിട്ട്. ഒരുപാട് ഇതിൻ്റെ ഇവിടെയായിട്ട് ഒരു റെഡ് ബോൾ പോയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് സീം റിപ്പയർ. ഇതാണ് ട്രേസിങ് വീല്. നമ്മൾ ഒരു സൈഡിലേക്ക് അളവുകൾ മാർക്ക് ചെയ്തെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഈ മാർക്ക് കിട്ടണമെങ്കിൽ ഈ ട്രേസിങ് വീൽ ഉപയോഗിച്ച് നമ്മൾ മാർക്ക് ചെയ്ത ക്ലോത്തിൻ്റെ മുകളിലൂടെ വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അടുത്തയായിട്ട് ഇനി എൽ ഷേപ്പ് സ്കെയിലാണ്. നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് ലെവലിൽ വരയ്ക്കണമെങ്കിൽ എൽ ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ച് ആം ഹോളിൻ്റെ ഭാഗമൊക്കെ വരയ്ക്കാനായിട്ട് ഈ എൽ ഷേപ്പ് സ്കെയിൽ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ അടുത്തയായിട്ട് ഇനി നോർമൽ സ്കെയിൽ, ഒരു സ്റ്റീലിൻ്റെ സ്കെയിലാണിത്. ഞാനിത് ക്രോസ് പീസ് കട്ട് ചെയ്യാനായിട്ടൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. കാരണം നമ്മൾ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ക്രോസ് പീസാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇതിന് 1 ഇഞ്ച് വീതിയാണുള്ളത്. ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്യാനായിട്ടൊക്കെ ഈ സ്റ്റീലിൻ്റെ സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഷേപ്പ് സ്കെയിലാണ്. നമുക്ക് പാൻറ്റിനൊക്കെ ഷേപ്പ് കൊടുക്കാനും അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ഭാഗത്തൊക്കെ ഷേപ്പ് കൊടുക്കാനൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. ഷേപ്പ് സ്കെയിലാണിത്. അടുത്തതായിട്ടുള്ളതാണ് ഇതും ഒരു സ്കെയിലാണ്. നമുക്കിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാനുള്ള ഭാഗമുണ്ട്. കുറച്ചൊരു കർവ് സ്ലീവിൻ്റെ ഭാഗമൊക്കെ വരയ്ക്കുന്നതിനായിട്ടുള്ള ഇതും ഒരു സ്കെയിലാണ്. പിന്നെ അടുത്തായിട്ട് ഇത് ഡ്രസ് പിന്നാണ്. നമുക്ക് ഒഴുകിപ്പോകുന്ന തുണിയൊക്കെ പിൻ ചെയ്തിട്ട് കട്ട് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ സിബ്ബൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോഴും നമുക്ക് സിബ്ബിൽ തുണിയിലും കൂടെ പിൻ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതാണ് ഡ്രസ് പിന്ന്. പിന്നീട് നമുക്ക് വേണ്ടുന്നതാണ് നൂല്. ഞാനിങ്ങനെ നൂലൊരു ബോക്സിലിട്ട് വെച്ചേക്കുവാണ്. ആവശ്യത്തിനുള്ള കളർ, നമുക്ക് വേണ്ടുന്ന കളറെല്ലാം ഇങ്ങനെ നോക്കിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതുകൂട്ട് ഇട്ട് വെക്കും. പിന്നെ അടുത്തയായിട്ട് വേണ്ടുന്നതാണ് ബോബിൻ കേസ്. ഇതാണ് ബോബിൻ. പിന്നെ ഇത് കേസ്. ഇങ്ങനെ നമ്മൾ ഇത്തരം ബോബിൻ കുറേ വാങ്ങിച്ച് വെച്ചാൽ പല കളറിലെ നൂല് നമുക്ക് ചുറ്റി വെച്ചേക്കാം. പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട സമയത്ത് എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ പല കളറിലെ നൂലിങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? പിന്നെ ഇതാണ് കുറച്ച് സൂചിയാണ്. നമ്മളിങ്ങനെ സൂചി ചിലപ്പം പെട്ടെന്ന് ഒടിഞ്ഞു പോകാമല്ലോ ഏതെങ്കിലും ക്ലോത്തൊക്കെ. എന്നിട്ട് നമ്മൾ കുറച്ച് സൂചി യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ മേടിച്ച് വെച്ചേക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫൂട്ടുകൾ, റോൾഡേം ഫൂട്ട്, പിന്നെ ഗ്യാതറിങ് ഫൂട്ടിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും തുടക്കക്കാർക്ക് വേണമെന്നില്ല. പിന്നീട് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് മേടിക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ്. ഈ റോൾഡേം ഫൂട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അംബ്രല്ല സ്കേർട്ടിൻ്റെയൊക്കെ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഫൂട്ടുകൾ ഉപയോഗിക്കുന്നതെന്നുള്ള എല്ലാ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.